ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുകയാണ്. ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് മക്കൾക്ക് സ്കൂളുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ്. കാപ്പിക്ക് ഇന്ന് ഇഡലിയാണ്, കറിയായിട്ട് ചമ്മന്തിക്കറിയും, നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ചമ്മന്തിയാണ്. വെള്ള കാന്താരിയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. മക്കൾക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വെള്ളക്കാന്താരി ഇതിൽ ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള കറികളൊക്കെ അവരെ കൊണ്ട് ഞാൻ കഴിച്ച് ശീലിപ്പിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കറികളും കൂട്ടി പഠിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ വീട്ടമ്മമാരുടെയും ആദ്യത്തെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തേക്ക് കാപ്പിക്ക് എന്തുണ്ടാക്കും, ഉച്ചക്കത്തേക്ക് കറികൾ എന്തുണ്ടാക്കും എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യത്തിൻ്റെ മുന്നിലായിരിക്കും. ഒക്കെ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ പൊതുവെ ഉണ്ടാക്കാറ് ഇഡലി, ദോശ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. രാവിലെ എഴുന്നേറ്റ് തലേദിവസം മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമുക്കതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇടിയപ്പം, ചപ്പാത്തി, പൂരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാകുമ്പോൾ കുറച്ചധികം സമയം എടുക്കുമല്ലോ. പിന്നെ പൂരി ഉണ്ടാക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാലും ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാറ് ദോശ, ഇഡലിയൊക്കെ കേട്ടോ. അപ്പം രണ്ടുപേർക്കുള്ള ഇഡലി ഞാൻ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മൂത്ത ആൾക്കുള്ളത് കഴിക്കാൻ ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇളയാളിന് പിന്നെ ഞാൻ വാരി കൊടുത്തത് കേട്ടോ. സമയം ഒട്ടും തന്നെ ഇല്ലാഞ്ഞതുകൊണ്ട് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല ആഹാരമാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുക്കുന്നത്. രണ്ടുപേരും സ്കൂളിൽ പോകാനെല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാളിൽ നിന്ന് യൂണിഫോം അല്ല, മൂത്ത ആളിൽ നിന്ന് യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ കളർ ഡ്രസ്സും ഒരാൾ യൂണിഫോമും. പിന്നെ അവർ അച്ഛനാണ് അവർ രണ്ടുപേരെയും കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഷീനകത്തോട്ടിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ചോറിനുള്ള വെള്ളം വെച്ചത് കേട്ടോ. അപ്പം നമ്മൾ ചോറ് വയ്ക്കുന്നത് വെളിയിലാണ്, വെളിയിൽ അടുപ്പ് കൂട്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാപ്പി കുടിക്കാനിരുന്നേ. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകി ഞാൻ ഇടുകയാണേ. നമുക്കിവിടെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വെളിയിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ അരി തിളച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കിട്ടാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാ ദിവസവും തലേന്ന് മീൻ വാങ്ങി വെക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യാഞ്ഞതുകൊണ്ട് മീൻ ഇന്ന് വരുന്നിടം വരെ നോക്കിയിരിക്കേണ്ടി വന്ന്. അപ്പോൾ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ മത്തിയാണ്. 1-2 വലിയ മത്തികളും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വെട്ടിയെടുക്കുകയാണ്. എനിക്ക് മീൻ വെട്ടാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മീൻ വേസ്റ്റ് കളയാൻ പോയപ്പോൾ ഒരാൾ പതുക്കെ എൻ്റെ പുറകിൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളായിട്ടോ. അപ്പോൾ അവർക്ക് അത് കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ കൊണ്ടിട്ട് കൊടുത്ത്. മീൻ വെട്ടാനായിട്ട് ഞാൻ പഠിച്ചെടുത്തത് അമ്മയിൽ നിന്നാട്ടോ. അമ്മ മീൻ വെട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ പോയിരുന്ന് നോക്കിയിരുന്ന് പഠിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കാനും നമുക്ക് പറ്റും. ഇത് മീൻകറിക്കും തോരനുമായിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഒരു ഭാഗം ഞാൻ മീൻകറിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പില. പിന്നെ തോരൻ വെക്കുന്നത് വാഴക്കൂമ്പില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ വാഴക്കൂമ്പെന്ന് പറയും. ചില നാട്ടിൽ അതിന് വാഴച്ചുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ മീൻ കറിക്കുള്ളതെല്ലാം ഞാൻ അരച്ചിട്ട് അത് അടപ്പിലാക്കുന്നുണ്ട്. പിന്നെ തോരനായിട്ട് ഞാൻ തേങ്ങ തിരുമിയതും കുറച്ച് ജീരകവും പിന്നെ 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ തോരൻ അരയ്ക്കുമ്പോൾ ജീരകം അരയ്ക്കാറില്ല. ചിലർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ വെളുത്തുള്ളിയും ജീരകവും അരയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, വാഴക്കൂമ്പ് കേട്ടോ. അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മീൻ കറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീനെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച്. അപ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ കറ പോകാൻ വേണ്ടി നമ്മൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്തൊരു കറയുണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈവച്ചൊന്ന് ഞെവടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കറ പോയിട്ട് നമുക്കതിങ്ങനെ വേർതിരിച്ച് കിട്ടും. ഇങ്ങനെ കുഴഞ്ഞിരിക്കാതെ വേർതിരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീൻ കറി ഇങ്ങനെ നോക്കുന്നുണ്ട്. മീനിങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മീനായാലും തവിയിട്ട് ഇളക്കാതിരിക്കുക, അപ്പോൾ പൊടിഞ്ഞു പോവും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാമെങ്കിൽ നമുക്ക് പൊടിയാതെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനകത്തുനിന്ന് 2-3 മീൻ ഞാനെടുത്ത് വറുത്ത് കേട്ടോ. മക്കൾക്ക് കൊടുക്കാമെന്ന് കരുതി 2-3 മീൻ ഞാനെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കറിക്കകത്ത്. നമ്മളെപ്പോൾ മീൻ കറി വെച്ചാലും അവസാനം കുറച്ച് ഉലുവാപ്പൊടി മേളിൽ തൂവി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ മീൻ കറിക്ക് ഒരു രുചിയും കൂടും, അതിനൊരു മണവും ഉണ്ടാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ചോറ് വെന്തപ്പോഴേക്കും അതൊന്ന് ഊറ്റിയിട്ടായിരുന്നു. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം എടുത്ത് വെച്ച്. ഉച്ചയ്ക്ക് ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അതൊരു രസമാണ് നമുക്ക്.
പിന്നെ അത് ഇടയ്ക്ക് ഞാനും കുടിക്കാറുണ്ട്, ഒരുപാട് കുടിക്കത്തില്ല, ഉച്ചയ്ക്ക് മാത്രം. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൂമ്പ് അത് തോരൻ വയ്ക്കുകയാണ്, കടുകൊക്കെ വറുത്തിട്ട്. ഇതിലേക്ക് കുറച്ച് ചെറുപയറും കൂടെ പുഴുങ്ങിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ് ആ തോരൻ കഴിക്കാൻ. ഇപ്പം എൻ്റെ കയ്യിൽ ചെറുപയറില്ലാഞ്ഞതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്താലൊരു മയവും കിട്ടും, നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ മീനൊക്കെ വറുക്കാൻ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് രസം വെക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു ചട്ടിയാണ് കേട്ടോ, അത് ഗ്യാസിൽ വെക്കുന്ന കുഞ്ഞു ചട്ടിയിലോട്ട് രസം വയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. രസമൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം കൂമ്പ് തോരനും മീൻ കറിയും മീൻ വറുത്തതും രസവുമായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒഴിച്ചുകറി പൊതുവെ ചോറിനകത്ത് ഒഴിക്കാറില്ല, പിന്നെ ഇന്ന് വച്ചതുകൊണ്ട് മാത്രം കുറച്ച് രസം ഞാനിതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കിടന്ന്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളെ വിളിക്കാൻ പോകണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ട്യൂഷനുണ്ട്, 5 മണിക്കാണ് രണ്ടുപേർക്കും ട്യൂഷൻ. അവരെ വിട്ടിട്ട് ഞാൻ പിന്നീട് വിളക്കൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.